ഹലോ ഗായ്സ്, ഇത് ഡേ 2 ആണ്. ഞങ്ങൾ ഇന്ന് ആ ലൂവർ മ്യൂസിയത്തിലേക്കൊക്കെ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇനി ലൂവർ മ്യൂസിയത്തിലേക്ക് പോകാൻ പോവുക. ഇവിടെ നല്ല തണുപ്പുണ്ട്. നമ്മളെ ജർമ്മനിയെ പോലെ തന്നെ ഇവിടെ ഇന്ന് നല്ല തണുപ്പുണ്ട്. അവിടുത്തെ സെയിം ക്ലൈമറ്റ് തന്നെയാണ്. ഇതായത് തന്നെ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ ബാക്കി. നമ്മൾ റെഡിയായി ഇറങ്ങിയില്ല. നല്ല തണുപ്പുണ്ടായോണ്ട് നല്ല തണുപ്പുണ്ടായോണ്ട് എല്ലാവരും സമ്മർ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയത്. നല്ല തണുപ്പായോണ്ട് എല്ലാവരും സമ്മർ ഡ്രസ്സ് ഇട്ട് ഇറങ്ങി. നമ്മൾ Airbnb ബുക്ക് ചെയ്യുമ്പോൾ സിറ്റിക്കുള്ളിൽ തന്നെ എടുക്കാനാണ് മാക്സിമം നോക്കുന്നത്. കാരണം നമ്മൾ ഔട്ടർ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻ സെൻറ്ററിലോട്ടൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ കിട്ടാൻ. ഇപ്പം നമ്മൾ താമസിക്കുന്നതിന് അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സെൻറ്ററത്തോട്ട് എത്താൻ പറ്റും. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഞങ്ങളെ ഫസ്റ്റ് പ്ലാൻ ലൂവർ മ്യൂസിയത്തിൽ കയറാനാണ്. നമ്മൾ നേരത്തെ ഒരു മാസത്തിന് മുമ്പേ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് ഉള്ളിലോട്ട് കയറിയത്. അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് നേരം ക്യൂ നിന്നിട്ട് വേണം ടിക്കറ്റ് കിട്ടി അകത്ത് കയറാൻ. അതുകൊണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ഇന്ന് കണ്ട് തീർക്കാനൊന്നും പറ്റില്ല. ഒരു ദിവസം കൊണ്ട് കണ്ട് തീർക്കാൻ പറ്റില്ല ലൂവർ മ്യൂസിയം. ഞങ്ങൾ മെയിനായിട്ട് മൊണാലിസയെ കാണാൻ ഞാൻ മെയിനായിട്ട് മൊണാലിസയെ കാണാൻ വേണ്ടിയാണ് വന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും നല്ല കോൾഡായിട്ടുള്ളൊരു വെതറായിരുന്നു. എന്നിട്ടും എല്ലാവരും ക്യൂ ഒക്കെ നിന്ന് ഉള്ളിലോട്ട് കയറുന്നു. ഞാനും അകലിൽ ചെറുതായിട്ടൊന്ന് ഉടക്കി അതിൻ്റെ ഇതായി കാണുന്നത്, അകലിലെ കാണിക്കാതെ നിൽക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ലൂവർ മ്യൂസിയത്തിനുള്ളിലോട്ട് കയറുക. ഞങ്ങൾ ലൂവർ മ്യൂസിയത്തിനകത്ത് കയറി. നമ്മൾ രാവിലെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് സ്മൂത്തായിട്ട് കയറി കാണാനൊക്കെ പറ്റി. പിന്നെ ഒരു കൊട്ടാരത്തിനുള്ളിൽ പോയ ഒരു ഫീല് തന്നെയായിരുന്നു. ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ തന്നെ ചെറിയ കഫേയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോ കൊത്തുപണികളും ഭയങ്കര ഭംഗിക്ക് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോസും ഇങ്ങനെ വരച്ച് വെച്ച് എല്ലാ ഫോട്ടോസും ഇവിടെ വരച്ച് വെച്ചേക്കുക. എനിക്ക് മൊണാലിസയുടെ ഫോട്ടോയെക്കാട്ടിലും ഭംഗിയായിട്ട് ഒരുപാട് ഫോട്ടോസ് വേറെ അവിടെ ഉണ്ടായിട്ട് തോന്നി. പിന്നെ മൊണാലിസയെ കാണാനായാലും ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു, രാവിലത്തെ ടിക്കറ്റ് ആയതുകൊണ്ട്. നമുക്ക് എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ ഇതിനുള്ളിൽ ഗൈഡിനെ എടുക്കാം. അപ്പോൾ അവർ നമുക്ക് ഓരോന്നും പറഞ്ഞു തരും. നമ്മളതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ 2 ഡേ ട്രിപ്പായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേയാണ്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിൽ നമ്മൾ തിരിച്ചു പോകും. അപ്പം ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുൾ കയറി കണ്ടതോ ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് മൊണാലിസ മെയിനായിട്ട് കണ്ടു. പിന്നെ കുറച്ച് അവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇവിടുത്തെ ക്രൗൺ ഉണ്ടല്ലോ, അതിൽ ഡയമണ്ട് പതിപ്പിച്ചിട്ടുള്ള ഫ്രഞ്ച് ക്രൗണിനെ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം ഡയമണ്ടാണ്. എല്ലാ കല്ലും നല്ല പോലെ തിളങ്ങി നിൽക്കുമായിരുന്നു. അതിൻ്റെ ചുറ്റുമായിരുന്ന ആളുകൾ ഫുൾ ഡയമണ്ട് പതിപ്പിച്ച്. അവിടെ ഒരു ഗൈഡ് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ക്രൗണിനകത്ത് 1900 ഡയമണ്ട്സ് ആണ് ഉള്ളതെന്ന്. ഭയങ്കര ഭംഗിയായിരുന്നു. ഇങ്ങനെ ഫുൾ ഓരോ സ്റ്റോണും തിളങ്ങി നിൽക്കുമായിരുന്നു അവിടെ. അപ്പം ഞാനും കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ക്രൗൺസ് പിന്നെ സ്റ്റോൺ മാത്രമായിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഞാനിവിടെ കൊടുത്തേക്കാം, വായിച്ച് നോക്കേണ്ടവർക്ക് വായിച്ച് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട്. ഇത് സിംഗിളായിട്ടുള്ള ഡയമണ്ട്. അത് ഓരോ ഡയമണ്ട് നല്ലപോലെ തിളങ്ങി നിൽക്കുകയാണ്. ക്രൗൺ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, ഡയമണ്ടിൻ്റെ നെക്ലേസ്, കമ്മൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതിനെപ്പറ്റി സംസാരിക്കും. അന്നത്തെ കാലത്ത് എത്ര വർഷം മുമ്പേ എന്തു ഭംഗിക്കുള്ള നെക്ലേസും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നെന്ന്. അതുമാതിരി അവിടെ ഗോൾഡും ഉണ്ടായിരുന്നു. ആ ഗോൾഡിൻ്റെ ഡിസൈൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഈ ആൻറ്റീക് ടൈപ്പുള്ള അന്നത്തെ കാലത്ത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള നെക്ലേസ് എന്നൊക്കെ വെച്ച് ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക.
ഈ ഒരു ഏരിയ ഫുൾ ഡയമണ്ടും ഗോൾഡും ക്രൗണും മാലയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതും മാത്രമല്ലായിരുന്നു, ഈ ഒരു ഏരിയയിൽ കപ്പ്, അന്നത്തെ കപ്പ്, സോസർ, അങ്ങനെ കുറച്ച് ഐറ്റംസും ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അമ്മാര് ആന്റിക് പീസസ് ആണ്. ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മാക്രോൺസ് ഒക്കെ ഉള്ളൊരു ഷോപ്പുണ്ട്. പാരീസിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള മാക്രോൺസ് കിട്ടുന്ന ലോർഡി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ബസ്സിൽ കയറി, പാരീസിലെ ബസ്സിലൊന്ന് കയറി ഫുഡ് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചിട്ട് ഹോട്ടായിട്ട് നടക്കുന്നു. അതെ, ഇന്ന് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓട്ടപ്പാച്ചിലായിരുന്നു. കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കാൻ വേണ്ടി വെട്ടം പോകുന്നതിന് മുമ്പേ. എന്നെ കമന്റ് അടിക്കുന്ന ബാക്കി കൂടെ. ഇനി ഞങ്ങള് ഒരു കേക്ക് കെട്ടിയാൻ വേണ്ടി കേക്ക് മേടിക്കാൻ പോവാ. കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, പ്രീ വെഡിങ് ആനിവേഴ്സറി ട്രിപ്പായിരുന്നു. അപ്പം ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാൻ ചീഫ് ഇട്ടവരുടെ ഫ്രണ്ടിന്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പാരീസ് വിടുകയാണ്. കഴിഞ്ഞു 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ഇതെ വി ആർ ബാക്ക് ടു ബെർലിൻ. ഇപ്പൊ സമയം രാവിലെ 4:30 ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ ഫ്ലൈറ്റ് 7 തിരിച്ചു പോവുക. ഇറങ്ങി ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഉബർ വിളിച്ചിട്ടാണ് പോയത്. പിന്നെ അത് മാത്രമല്ല, എയർപോർട്ട് മെട്രോ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അത്ര ചാർജ് പോലും ഇല്ല ഉബർ എടുക്കാൻ. ടിക്കറ്റ് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു എയർപോർട്ട് മെട്രോയുടെ. എയർപോർട്ടിലെത്തി, ഓൺലി എയർപോർട്ടിൽ തിരിച്ച് ബാക്ക് ടു ബെർലിൻ പോകാൻ വേണ്ടി എത്തി. ഞങ്ങൾ വെബ് ചെക്ക് ഇൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെക്ക് ഇൻ കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഈ 7:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും പാരീസിൽ നിന്ന് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന ജിലേബി. ഇവിടെ നല്ല വില കുറവായിരുന്നു നമ്മളെ നാട്ടിലെ ഫുഡിനും എല്ലാത്തിനും. അതുകൊണ്ട് ഞങ്ങൾ ജിലേബി, മിച്ചറി എല്ലാം പാഴ്സൽ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബോഡി സ്റ്റാർട്ടായി. തിരിച്ച് ബാക്ക് ടു ബെർലിൻ പോവുകയാണ് ഗായ്സ്. വളപ്പത്തരം പറഞ്ഞ് ഇത് ചിരിക്കാൻ രണ്ടുപേരുടെ. ഞങ്ങള് ഫ്ലൈറ്റിലോട്ട് കയറുന്നു. ബോർഡിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാ. ശരത് എസ് കുമാർ ആൻഡ് വൈഷ്ണവി എസ് പിള്ളൈ വൈഷ്ണവി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞാനിവിടെ അഖിലവിടെ. ഞങ്ങൾ മൂന്നും ഇങ്ങോട്ട് വന്ന അതേ കണക്ക്. ഞങ്ങൾ 3 പേരെടുത്ത് അഖില് തൊട്ടപ്പുറത്തിന്റെ അപ്പുറത്ത്. അതിലേക്ക് വേറെ 2 പേരെ കൂട്ടി. അങ്ങനെ ഞങ്ങൾ ഫൈനലി എവിടെ എത്തി? ജർമ്മനിയിൽ തിരിച്ചെത്തി. അത് നാളെ മുതൽ സ്കൂളിൽ പോകണം, ജോലിക്ക് പോകണം, എന്ന് വേണ്ട എല്ലാം ചെയ്യണം. ഇവരൊക്കെ ലീവ്, ഞങ്ങൾക്ക് സ്കൂളിൽ നാളെ തൊട്ട് പോകണം. ഞാൻ കുറച്ച് നേരം ഒന്ന് തുടങ്ങി. നല്ല വെയിലുണ്ട് ഇന്ന് അല്ലേ? ഇപ്പം 10:15 ഞങ്ങൾ എത്തി. ഇവിടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മഗ്ഡിയും കൂടെ കഴിച്ചിട്ട് വന്നു വെച്ച് ബ്രേക്ക്ഫാസ്റ്റ്. 10:15 ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പം വൈഷ്ണവി വെച്ചിട്ട് വിശക്കുന്നേ ഇന്നലെ കഴിച്ചല്ലേ കാശ് വിശക്കില്ല. അതെ, അതുകൊണ്ട് കുറച്ച് മസാല ദഹിച്ച് ഇനി കുറച്ച് ഫാസ്റ്റ് ഫുഡ് കഴിക്കാന്ന് വെച്ച്. സോ ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ നല്ല വെയിലുണ്ട്, നല്ല വെയിൽ നമ്മൾ ബെർലിനിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ, സീ യു.